ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും മല്ലു മനിതൻ യൂട്യൂബ് ചാനലിലേക്ക് ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് വൈറ്റ് പോളോ ആണ്. MPI 1 ലിറ്റർ MPI ഹൈലൈൻ പ്ലസ് 2019 മോഡലാണ് ഈ വണ്ടി. അപ്പോൾ ഇതെടുക്കുന്നത് ഞാനൊരു 3 to 4 months ആയിട്ടുള്ളൂ ഞാൻ എടുത്തിട്ട്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള കുറേ യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വണ്ടി 1 ലിറ്റർ MPI ആണെങ്കിൽ കൂടി അത്യാവശ്യം നല്ലൊരു യാത്രാ കംഫർട്ടാണ് നമുക്ക് തരുന്നത്. ഒരു 300 കിലോമീറ്റേഴ്സോളം ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് ഞാൻ ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു യാത്രയിൽ നല്ലൊരു കംഫർട്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 10,000 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് നമ്മൾ റൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ വരുന്ന പോരായ്മകൾ അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി നമ്മളിന്ന് ഒരു റോഡ് സൈഡിലാണ് നമ്മളിപ്പോൾ ഈ വ്ളോഗ് എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയ നോയ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നമുക്കിന്ന് ഇതിലേക്ക് പോവാം, റിവ്യൂയിലേക്ക് പോവാം. ഓക്കെ, നമുക്കിന്ന് വണ്ടീൻ്റെ കുറച്ച് ഫീച്ചേഴ്സുകളിലേക്ക് പോവാം. കമാൺ. നമ്മൾ വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒരു വെയിലുള്ള സ്ഥലത്തൊക്കെ നിർത്തിയിട്ടിട്ട് നമ്മൾ പുറത്ത് പോയി ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വണ്ടീൻ്റെ ഉള്ളിൽ ഫുള്ള് ചൂടായിരിക്കും. അപ്പോൾ അത് നമുക്ക് വന്ന് ഉള്ളിൽ കയറിയതിന് ശേഷം ഗ്ലാസ്സൊക്കെ താഴ്ത്തി ആ ചൂട് പോക്കണം എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ തന്നെയാണ് എല്ലാ വണ്ടിയിലും ഉള്ളത്. പക്ഷേ നമുക്കിതിലൊരു ഓപ്ഷൻ വരുന്നത് ഇതാണ്. ഇതിൻ്റെ കീ ഇതിൽ അൺലോക്ക് ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞെക്കി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെന്താ ഈ 4 ഗ്ലാസും അറ്റ് എ ടൈം നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അതേപോലെ തന്നെ നമുക്ക് നമ്മൾ നിർത്തി പോകുന്ന സമയത്ത് ഗ്ലാസ്സുകൾ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോക്ക് ബട്ടൺ ഞെക്കിയിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞെക്കി പിടിക്കണം. ആ ടൈമിൽ നമുക്ക് ഈ ഗ്ലാസ് എല്ലാം പൊന്തി വരുന്നതുമായിരിക്കും. യാത്രാ കംഫർട്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളുടെ കംഫർട്ടും പിന്നെ നമുക്കിപ്പോൾ ഈ ത്രൂ ഔട്ട് ജേണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു ജേണി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും വണ്ടി ഓക്കെയാണ്. പിന്നെ സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇനി വരാൻ കിടക്കുന്നുള്ളൂ. ഞാൻ വാങ്ങിയതിന് ശേഷം ഒരു 10,000 ആവുന്നുള്ളൂ. ഇനി നിയർലി നമ്മൾ ഒരു സർവീസ് ചെയ്യാനുള്ളതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ സർവീസിന് എത്ര വരും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഈ പോളോൻ്റെ വിശേഷങ്ങൾ. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നോക്കാം. പോളോ 1 ലിറ്റർ MPI ഹൈലൈൻ പ്ലസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ ഫുൾ ബ്ലാക്ക് ഔട്ട് ആയിട്ട് ഗൺമെറ്റൽ ചെറിയ രീതികളിലൊക്കെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റെയറിംഗ് വീലിലേക്ക് നോക്കുമ്പോൾ ഒരു ഡീ കട്ടായിട്ടുള്ള സ്റ്റെയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. ലെതർ റാപ്ഡ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രൂസ് കൺട്രോൾ ഉണ്ട്. പിന്നെ വോളിയം അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും കോൾ എടുക്കാനും പിന്നെ മ്യൂട്ട് ചെയ്യാനും എല്ലാ ഫീച്ചേഴ്സും ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് വരുന്നത്. പിന്നെ ഇതാ AC വെൻസ് കാര്യങ്ങൾ ഒക്കെ സെറ്റാണ്. പിന്നെ നമ്മൾ മിറർ പറയുമ്പോൾ നമുക്ക് ഓട്ടോ ഫോൾഡ് ചെയ്യാൻ ഇവിടെ തന്നെ പറ്റുന്നുണ്ട്. നമ്മളെ ഗ്രാബ് ഹാൻഡിലിൻ്റെ മുകളിലാണ് അതുള്ളത്. പിന്നെ നമ്മളെ മിറർ റിയർ വ്യൂ മിറർ അത് വന്നിട്ട് ഓട്ടോ ഡിം ഫീച്ചേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് വളരെ ഒരു നല്ല കാര്യങ്ങളാണ് പോളോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗ്ലോ ബോക്സ് അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഫയലും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഗ്ലോ ബോക്സിൽ അത്യാവശ്യം ലൈറ്റും പിന്നെ AC വെൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഗ്ലോ ബോക്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഡ്രൈവറിന് കുറച്ചൊരു ചെരിഞ്ഞിട്ട് ഈ ഡ്രൈവർ കാണാമെന്നുള്ള രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൽ എന്താ പറയുക, നമ്മളെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സൗണ്ടിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പോളോന് വേണ്ടിയിട്ടുള്ള നല്ല ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. ബാസ് ഒരു 2 +2 മിഡ് -2ലേക്കും കൊണ്ടുവരിക, ട്രബിൾ ഫുള്ളാക്കി കൊടുക്കുക. അപ്പോൾ ഈ ലെവലിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് നമുക്ക് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഓൾ തിങ്സ് ഓട്ടോ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ കണ്ടിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാലൻസ് ഫൈഡർ കാര്യങ്ങൾ നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ.
നമുക്കെന്തായാലും നമ്മളെ വണ്ടി ഒന്ന് ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ. അപ്പോൾ മെയിൻലി ഇത് വലിയ പവറുള്ള വണ്ടി അല്ലെങ്കിലും പക്ഷേ ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്തൊരു വണ്ടിയാണ്. പിന്നെ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിൽ പോളോയിൽ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള ഒരു മോഡലാണ് ഈ 1 ലിറ്റർ MPI എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ മൈലേജ് പ്രോപ്പറായിട്ട് ഒരു 16 ഒക്കെ എന്തായാലും കിട്ടും. 16, 18, 19 വരെ എനിക്ക് നല്ല രീതിയിൽ ഓടിക്കുമ്പം ഒരു നൈറ്റൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ അധികം വണ്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്പീഡിൽ പോയാലും തന്നെ ഒരു 18, 19 ഒക്കെ എനിക്ക് കിട്ടാറുണ്ട്. കിടില മൈലേജ് അല്ലേ, പെട്രോൾ വണ്ടി, അതിൽ 3 സിലിണ്ടറാണ്. ഓക്കെ. നമ്മളെ ക്ലസ്റ്ററിൽ വരുമ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. നമ്മളിപ്പം ഇവിടെ നമ്മളെ കോഴിക്കോട് ഒരു വർക്കുണ്ട്, അപ്പം അതിന് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാനാട്ടുകര ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. ഓക്കെ. അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നിന്നിട്ടില്ല, ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ. ഈ സൈഡിൽ നമുക്ക് ലൈറ്റ് ഗ്ലാസ് മിറർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടോപ്പ് ലൈറ്റ് ആകെ ഒരൊറ്റ ടോപ്പ് ലൈറ്റേ വന്നിട്ടുള്ളൂ. ആകെ ഒന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സെൻട്രലാക്കുന്നതായിരുന്നു. അതിനെക്കൊണ്ട് വലിയ കാര്യമില്ല എന്നല്ല, ഫ്രണ്ടിലേക്ക് കിട്ടും, ബാക്കിലേക്ക് കുറവാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല സീറ്റിംഗ് കംഫർട്ടും ഡ്രൈവിംഗ് കംഫർട്ടും തരുന്നൊരു വണ്ടിയാണ്. ഒരു ലാഗും നമുക്കൊരു ക്ഷീണമോ കാര്യങ്ങൾ ഒന്നുമില്ല. പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഓടിച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി വേറെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്, വണ്ടി ഓക്കെയാണ്. പിന്നെ എനിക്കിപ്പം ഞാനിപ്പോൾ ആ ഒരു 10,000 കിലോമീറ്റേഴ്സൊക്കെയാണ് ഞാനിപ്പോൾ റൺ ചെയ്തിട്ടുള്ളത് ഈ വണ്ടി എടുത്തിട്ട്. ഇതുവരെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ABSൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നൊരു കാര്യമാണെങ്കിലും എനിക്കിതുവരെ വന്നിട്ടില്ല. മേ ബി 10,000 ആയിട്ടുള്ളൂ, അതിനെക്കൊണ്ടായിരിക്കാം. ഞാനിത് സെക്കൻഡ്സ് പഠിച്ചതാണ്. 6,75,000 ആയി വണ്ടിക്ക്. HM മോട്ടോഴ്സ് എന്നാണ് വാങ്ങിയിട്ടുള്ളത്, മഞ്ചേരി. നല്ല ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് നല്ല പ്രോപ്പറായിട്ട് നമ്മളെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. AC കാര്യങ്ങൾ, AC ഒക്കെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. പിന്നെ ഇതൊക്കെ കണ്ടില്ല, ഗൺമെറ്റിൽ കൊടുത്തിട്ട് നല്ല രസമുണ്ട് ഈ ഒരു കളർ. അതേമാതിരി തന്നെ ബ്ലാക്ക് കളർ നമുക്ക് ഇതിലേക്ക് കൊടുത്തതൊക്കെ നല്ല ക്വാളിറ്റി, ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ നമ്മളുടെ ഇപ്പോൾ സ്റ്റാറ്റസ് ഇടാനൊക്കെ ഞാനിങ്ങനെ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു കുളിര് പോരും. അങ്ങനെയാണ്. പിന്നെ സൗണ്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമുക്ക് അത്യാവശ്യം അടിപൊളി സൗണ്ടാണ് നമ്മൾ ഈ ഇൻഫോർടൈൻമെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ലോക്ക്, പിന്നെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെയാണ്. പിന്നെ 4 ഡോർ മിററും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഓട്ടോ ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ സൈഡിൽ പറയാനുള്ളത്. ബാക്കിൽ പിന്നെ റിയർ ഡീഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്. പിന്നെ ബാക്കിലിരിക്കുന്നത് ഇത്രത്തോളം തൈ സപ്പോർട്ട് കിട്ടില്ല. ഇത് ആക്ച്വലി നമുക്കൊരു ഡ്രൈവേഴ്സ് കാറാണ്. എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഡ്രൈവിങ്ങിന് അത്രയും നല്ല കംഫർട്ട് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ റീച്ചും ടിൽറ്റും ഉണ്ട് കേട്ടോ. റീച്ചും വരുന്നുണ്ട്, ടിൽറ്റും വരുന്നുണ്ട്, റീച്ചും വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മളെ ബാക്കത്തെ സീറ്റിന് പറഞ്ഞ പോലെ നമുക്ക് അത്ര വലിയൊരു സുഖം ഉള്ളൊരു യാത്രയല്ല. ബിക്കോസ് ലെഗ് നമുക്കൊരു 164 സെൻറ്റിമീറ്റർ ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഓക്കെയാണ്. എബവ് ദാറ്റ് 170 സെൻറ്റിമീറ്റർ അതിന് എബവ് ഒക്കെ വരുമ്പം കാലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. ബാക്കിലേക്ക് മാക്സിമം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാൾക്കും ഓക്കെ. മൂന്നാമത്തെ ആൾ നടുവിൽ വരുമ്പോൾ നടുവിലൊരു ടണൽ വരുന്നുണ്ട്. അപ്പോൾ ആ ടണൽ വരുന്നതിനെ കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു കാലിൻ്റെ ഒരു വെക്കാനുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് AC വരുന്നുണ്ട്, ഒരു സൈഡ് AC വരുന്നുണ്ട്, 12 വോൾട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെയും 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ വണ്ടീൻ്റെ കാര്യങ്ങൾ.
പിന്നെ ലോങ് പോകുമ്പം നമുക്കൊരു GT-DSi ഓടിക്കുന്ന ആ ഒരു പവർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു A to B ഒക്കെ പോകാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണിത്. A to B പോയിന്റിലേക്കൊക്കെ, അതായത് നമ്മൾ പോയി വരുന്നു ആ ലെവലിലൊക്കെ. നമുക്ക് റേസിംഗ് പോലത്തെ കാര്യങ്ങളിലേക്കൊന്നും നമ്മളിപ്പം നടക്കൂല. എന്താ വെച്ചാൽ സ്റ്റാർട്ടിങ് കുറച്ചൊരു ലാഗ് ഉള്ളതാണ്. നമ്മളൊന്ന് ഒരാളെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ആദ്യം തന്നെ ഒന്ന് പ്ലാൻ ചെയ്യണം. എന്നിട്ട് ഒരു സെക്കൻഡിലേക്ക് ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് വലിപ്പിച്ചുകൊണ്ട് കയറാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനൊരു ഡിഫൻസീവ് ഡ്രൈവറാണ്, ഞാനങ്ങനെ റാഷ് ഡ്രൈവ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഒന്നാമത് ഈ മൈലേജ് തന്നെ നമുക്ക് വലിയൊരു ഫാക്ടറാണ് നമുക്കിത് യൂസ് ചെയ്യുന്നതിൽ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ട്യൂൺ ചെയ്യാം, വണ്ടി ഒന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പവർ കൂടി കിട്ടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാവരും അതിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് എന്നിട്ട് അതിലൊരു വീഡിയോ നമുക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.